ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബീഫ് റെസിപ്പിയാണ്. ഇടിമുളക് ബീഫ്. വളരെ സ്വാദിഷ്ടമായ ഒരു ഇടിമുളക് ബീഫിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇടിമുളക് ബീഫിന് വേണ്ടി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകിയെടുത്ത ബീഫ് വലിയ കഷ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലിട്ട് കൊടുക്കാം. 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടിമുളക് ബീഫിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 2 സവാള ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തത്, പിന്നെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാക്കൊത്ത് ഒരു ചെറിയ കപ്പിൽ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് ചതച്ചെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 കഷ്ണം വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നമുക്കിനി ഇടിച്ച് ചതച്ചെടുക്കണം. ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. പിന്നെ കറിവേപ്പില 10-12 ചെറിയുള്ളിയാണ് എടുത്തത്. അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കുക. പാൻ എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇളക്കി ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തെടുത്ത് വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിയും സവാളയും എല്ലാം ഒരു സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത മുളക് ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. കുക്കർ തുറന്ന് നോക്കി ചെക്ക് ചെയ്യാം. ബീഫ് വെന്ത് വന്നിട്ടുണ്ടോ എന്ന്. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആക്ച്വലി ഇടിച്ച് ചതച്ചാണ് എടുക്കേണ്ടത്, പക്ഷേ ഇപ്പോൾ നമുക്ക് എളുപ്പവഴി സ്വീകരിക്കാം. മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫ് നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടിമുളകും ബീഫിന് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം ബീഫിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ പിടിക്കണം. ഓൾറെഡി നമ്മൾ മസാല ഇട്ടാണ് വേവിച്ചത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും
ഗരം മസാലയൊക്കെ ഇട്ടാണ് വേവിച്ചത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബീഫ് ഇടിമുളക് ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇളക്കി ചേർത്ത് കൊടുക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇടിമുളക് ബീഫ് റെഡിയായി. ഇതേപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കമൻറ്റും ചെയ്യുക. താങ്ക്